ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ മരങ്ങളും ചെടികളും ഒക്കെയാണ്. കാരണം ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഞാൻ കരുതി നമ്മളെ വീട്ടിലുള്ള തോട്ടമൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും തനിയെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ കുറേയൊക്കെ എൻ്റെ ഉപ്പച്ചി വെച്ച് പിടിപ്പിച്ച കൃഷികളുണ്ട്. അപ്പോൾ ഞാൻ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. നമ്മളെ വീട്ടിൽ കൂടുതലുള്ളത് മാവുകളാട്ടോ. കുറേ മാവുകളുണ്ട്, പലതരം വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. പിന്നെ നമ്മളെ ബാക്ക് സൈഡിലായിട്ടാട്ടോ ഈ മാവുകളൊക്കെ ഉള്ളത്. അവിടെ തന്നെ വലിയൊരു ഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതാണ് നമ്മളെ വീട്ടിലെ കിണർ. നമ്മളെ വീട്ടിലെ കിണർ ചതുരാകൃതിയിലാട്ടോ. അധികം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക റൗണ്ടായിട്ടുള്ളതായിരിക്കും. പക്ഷെ നമ്മളെ വീട്ടിൽ ചതുരത്തിലാണ്. പലരും ഇത് കുളമെന്നൊക്കെ ആദ്യം കരുതിയിട്ടുണ്ട്. പക്ഷേ ഇത് കുളമൊന്നുമല്ല, നല്ല ശുദ്ധജല കിണറാണ്. അപ്പോൾ ഈ കിണറിനോട് അടുത്തായിട്ടാണ് മാവും മഞ്ഞളൊക്കെ ഉള്ളത്. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇരിക്കുന്നതാണ് നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ, നല്ല രാവിലെയൊക്കെ ആണെങ്കിൽ കുറേ മയിലുകൾ കാണാം. അപ്പോൾ ഇപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാണുന്നതാണ് റംബൂട്ടാൻ്റെ മരം. അത് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ, ചെറിയ മരമാണ്. അപ്പോൾ അത് വലുതാവുന്നുള്ളൂ. അതിന് തൊട്ടടുത്ത് പിന്നെ കുറേ കറിവേപ്പും പിന്നെ മഞ്ഞളും കറുവത്തൊക്കെയാണുള്ളത്. പിന്നെ നമ്മളിവിടെ പപ്പായക്ക് കറുവത്ത് എന്നാണ് പറയുക. അപ്പോൾ നമ്മളെ തൊടുവിലോട്ടുള്ള സ്റ്റെപ്പാട്ടോ ഈ കാണുന്നത്. കാണുന്ന മരത്തിൻ്റെ കുറ്റിമ നമ്മൾ പോയിരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ആകെ ചളിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ട ഇടയിൽ ആളും വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന സംഭവമാണ് കറുവത്ത്, അതായത് പപ്പായ എന്ന് പറയും. പിന്നെ കുറേ തെങ്ങൊക്കെ ഉണ്ട്. തെങ്ങിൻ്റെ ഇടയിൽ പോകാതിരിക്കുകയാണ് നല്ലത്. എപ്പോഴാണ് കഷ്ടകാലം വരിക, തലയിൽ തേങ്ങ വീഴുകയെന്ന് നമുക്കറിയാത്തതുകൊണ്ട് ആ ഭാഗത്തോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇഞ്ചി കൃഷിയാട്ടോ. ഈ ഇഞ്ചി കൃഷിക്ക് ഇടയിൽ കുറേ ഇപ്പോൾ പൊന്ത വന്നിട്ടുണ്ട്. ഇത് എൻ്റെ ഉപ്പ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കേട്ടോ. കുറേ ഉണ്ട്. കുറേയെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പാകത്തിനുള്ളൂ കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് ഷുഗർ ചീര. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഉമ്മ ഇത് ഉപ്പേരിയാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഷുഗറൊക്കെ കുറയുമെന്നാണ് പറയാറ്. എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാത്തത് കൊണ്ട് അതും ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മളെ വീട്ടിലെ മഞ്ഞൾ കുറേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇങ്ങനെ ഉണ്ടാവുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ ചെറിയ ചെറിയ കറുവത്ത് മരം, അതാണ് അധികവും ഉള്ളത്. പിന്നെ കുറേ മാവും. പിന്നെ നമ്മളെ വീട്ടിൽ ക്ലൈമറ്റ് അടിപൊളിയായിട്ട് ഉള്ളതാണ്. സൂര്യനൊക്കെ തീരെ ചൂടില്ലാതെ നിൽക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കി. പിന്നെ ഇത് വാഴക്കൊലൊക്കെ കിളികളും അണ്ണാനൊക്കെ വന്ന് നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുളകുണ്ട്, കറിവേപ്പുണ്ട്. അധികം ഉള്ളത് കറിവേപ്പും തുളസിയും ഒക്കെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലൊരു മുരിങ്ങയുടെ തെയ്യും ഉണ്ട്. അപ്പം നമുക്ക് വാഴത്തോട്ടത്തിലോട്ട് പോവാം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു നാരങ്ങച്ചെടി കൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ നാരങ്ങച്ചെടിയിൽ നാരങ്ങയൊന്നും ഇല്ല, ഇതിങ്ങനെ വളർന്നിങ്ങനെ ചെറുതായി വളർന്നിങ്ങനെ വരുന്നുള്ളൂ. നാരങ്ങയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ മുല്ലപ്പൂവുകൾ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെട്ടി വൃത്തിയാക്കിയത് കാരണം ഇപ്പോൾ ആ കുറച്ചുള്ളൂ. അപ്പോൾ നമ്മളെ വീട്ടിലെ മുല്ലപ്പൂ ചെടി ഇങ്ങനെ പൂവിട്ട് വന്നിട്ടുണ്ട്, മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലാട്ടോ. ഇത് നമ്മുടെ വാഴത്തോട്ടത്തിലോട്ടുള്ള പാതയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാകും കുറേ വാഴകൾ ഉണ്ടാവുന്നു. ഇല്ല, ആകെ 3, 2, 5 വാഴകളുള്ളൂ. അതിലൊരു വാഴക്കൊലയാണ് നശിച്ച് കിടക്കുന്നത്. ഒന്നതുമുണ്ട്, ബാക്കിയൊന്നും എല്ലാമൊക്കെ ചെറുതാണ്. പിന്നെ നമ്മൾ പോകുന്നത് ഈ തനിയെ ഉണ്ടായൊരു സംഭവം കാണാനാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് തനിയെ പൂവിട്ടുണ്ടായി കായ്ച്ചു വരുന്നതാണ് ഈ കുമ്പള വള്ളി. അപ്പോൾ അതിൽ 1-2 കുമ്പള അങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കുറേയൊക്കെ നമ്മൾ വീട്ടിലോട്ടും പിന്നെ വേറെ കുറേ ആൾക്കാർക്ക് കൊടുക്കാനൊക്കെ വേണ്ടി പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തക്കാളിയും ഒക്കെ താനെ മുളച്ച് വരാറുണ്ട്. ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ തക്കാളി, കുമ്പളം, മത്തൻ അതൊക്കെ താനെ വരാറുണ്ട്. പ്രാവശ്യം കുമ്പളം തന്നെ ഉള്ളൂ എത്തിയിട്ട്. പിന്നെ ചേന, ചേമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഗ്രോ ബാഗിലൊക്കെ ഇരിക്കുന്നത് എൻ്റെ ഉമ്മ പിടിപ്പിച്ച കറ്റാർവാഴ, കഞ്ഞിക്കൂർക്ക, അതായത് പനിക്കൂർക്ക എന്നൊക്കെ പറയും, അതൊക്കെയാണ്. പിന്നെ ഇവിടെ കുറേ ചീര ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മളപ്പം വെട്ടി. പിന്നെ നമ്മൾ മാവ് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ കണ്ണിമാകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലെ തോട്ടം എന്ന് പറയാൻ പറ്റില്ല, തൊടുവിലുള്ള വിശേഷങ്ങൾ. നിങ്ങൾ തൊടുന്ന എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.